ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ സ്ഥിതി അപകടകരമാണെന്നും ഭീകരമാണെന്നും മേപ്പാടി പഞ്ചായത്ത് അംഗം രാജു ഹൈജമാടി വൺ ഇന്ത്യ മലയാളത്തോട്. രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെയോടെ പുനരാരംഭിച്ചത് ആശ്വാസകരമാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താൻ ബാക്കിയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കയിൽ നിന്ന് അധികം ദൂരെയില്ലാത്ത വാർഡായ നെടുമ്പാലയിലെ മെമ്പറാണ് രാജു. ഇവിടെ ഞങ്ങളിപ്പോ ക്യാമ്പിലേക്ക് വന്നിരിക്കും. ഇവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 7:30 തുടങ്ങിയെന്നൊക്കെ കേട്ടത്. ഞങ്ങളുടെ ബോഡിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതുകൊണ്ട് ഞങ്ങൾ അതിന്റെ പുറകിലാണുള്ളത്. ഇപ്പൊ ഈ പ്രസിഡന്റ് വാർഡ് തന്നെയാണ് ഈ കലാമരി ഉണ്ടായിട്ടുള്ളത്. അത് വളരെ വളരെ ഡേഞ്ചറാണ് അവിടുത്തെ അവസ്ഥ. ഒരുപാട് വീടുകൾ തുറന്നിട്ടുണ്ട്. മൊത്തം 200 അടുത്ത് മിസ്സിംഗ് എന്ന് പറയുന്നത്. പക്ഷെ കണക്കുകൾ അത്ര ആയിരിക്കില്ല. 1200 കുടുംബമൊക്കെ ഉണ്ടാവും. 1200 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. 1000 കുടുംബങ്ങളിൽ അതായത് ഉരുൾപൊട്ടി വന്ന അവിടുന്ന് 11 വാർഡ് തുടങ്ങിയിട്ട് 12 വാർഡ് കയറി 10 വാർഡിലേക്ക് കയറിയത്. 11 പൊട്ടിയിട്ട് നേരെ തോട് പുഴ ഗതിമാറി ഒഴുകിയിട്ട് 12ലേക്ക് വന്ന് ചൂരമല ടൗണിലേക്ക് വന്ന് ടൗണിൽ നിന്ന് ആണ് ബാക്കി അങ്ങോട്ട് പോയിട്ടുള്ളത്. ടൗൺ ഇന്നലെ ഒരാളെ പൊക്കത്തിൽ മണ്ണായിരുന്നു. ടൗണൊക്കെ താർന്നിട്ടുണ്ട്. ഇപ്പൊ സൈന്യത്തിന്റെ എന്തെങ്കിലും പുതുതായിട്ട് സൈന്യം ഉണ്ട് അല്ലേ? അവര് തന്നെയാണ് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ. പിന്നെ ഇന്നലെ ഭക്ഷണം വെള്ളമൊന്നും കിട്ടാതെ ഇനിയിപ്പോ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് പറയുന്ന ഇനി ഒരുപാട് പേരുണ്ട്. ഇന്നലെ ട്രീ വാലിയിൽ നിന്നൊക്കെ ഒരുപാട് പേരെ രക്ഷപ്പെട്ടു. ഇനിയിപ്പോ റിസോർട്ടിന് അവിടെ നിന്നൊക്കെ ഒരു സേഫ് ആണ്. ഒരു 10-12 ആള്, ഒരു 10-20 ആളുണ്ട്. അവര് സേഫാ. എസ്റ്റേറ്റിന്റെ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊന്ന് മാറ്റും. അവര് ഹാരിസന്റെ എസ്റ്റേറ്റിലാണോ? അതെ. അവിടെയുള്ള ആൾക്കാരെയും മാറ്റും. അപ്പൊ നിങ്ങളൊക്കെ സേഫ് അല്ലേ? നിങ്ങളുടെ ഫാമിലി ആ ഏരിയയിലൊക്കെ വലിയ കുഴപ്പമില്ലല്ലേ? സേഫ്.